ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ പറ്റിയാണ്. എന്നാൽ അതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയേണ്ടതായിട്ടുണ്ട്. നാം ഈ കാണുന്ന ബിൽഡിങ്ങുകൾ, കോട്ടകൾ, ഇത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ്. യഹൂദരുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായ വെസ്റ്റേൺ വാള്, ദാവീദിൻ്റെ പട്ടണം, ഇതെല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെ ഒരു സിനഗോഗ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും അവിടെ സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദരെ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സിനഗോഗിൽ അവർ പഴയ നിയമ പുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഈ സിനഗോഗിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അവിടെ നമുക്ക് ദാവീദ് രാജാവിൻ്റെ ഖബറിടം കാണാനായിട്ട് സാധിക്കും. അത് ഇതിൻ്റെ ഉള്ളിലാണ്. ദാവീദ് രാജാവിൻ്റെ ഖബറിടം ആൾക്കാർ, ഒത്തിരിയേറെ പേര്, യഹൂദർ വന്ന് എല്ലാ ദിവസവും അവിടെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. അതുപോലെ തന്നെ സൂക്ഷിക്കുന്നു. ഒത്തിരിയേറെ ചരിത്ര സത്യങ്ങൾ ഉറങ്ങുന്ന, ഒത്തിരിയേറെ ദൈവാനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണിത്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഈശോയോട് ശിഷ്യന്മാർ ചോദിച്ചു, എവിടെയാണ് പെസഹ ഒരുക്കേണ്ടതെന്ന്. ഈശോ പറഞ്ഞു, അവിടെ സജ്ജീകൃതമായ ഒരു മാളിക മുറി നിങ്ങൾ കാണും, നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെയാണ്. അതേതാണ് ആ മാളിക മുറി എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ആ മാളിക മുറിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങോട്ടുള്ള സ്റ്റെപ്പുകളാണ് കാണുന്നത്. ഇത് ദാവീദിൻ്റെ ഖബറിടത്തോട് ചേർന്ന് കാണുന്ന ഒരു ബിൽഡിങ്ങാണ്. ആ മാളിക മുറിയാണ് പെസഹ ഭക്ഷിക്കുവാനായിട്ട് ഈശോ തിരഞ്ഞെടുത്തത്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആ മാളിക മുറിയിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇതാണ് ആ മാളിക മുറി. ഇവിടെയാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇവിടെ ഈശോയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. ആ മാളിക മുറി അതുപോലെ ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നു. ഇവിടെ കാലുകുത്തിയ നിമിഷം വലിയ സന്തോഷം കൊണ്ട്, ആത്മീയ സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞ്, കണ്ണു നിറഞ്ഞ അനുഭവം ഉണ്ടായി. പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ച പരമപരിശുദ്ധമായ ഈ സ്ഥലം, അവിടെ പ്രാർത്ഥിക്കുവാനും അവിടെ സമർപ്പിക്കുവാനും ദൈവത്തിൻ്റെ വലിയ കൃപ, വലിയ അനുഗ്രഹം ലഭിച്ചു. പലരെയും ഓർത്ത് പ്രാർത്ഥിച്ചു. നമ്മോടൊത്ത് ആയിരിക്കുവാൻ, നമ്മുടെ ഉള്ളിലായിരിക്കുവാൻ ഈശോ നമ്മോടുള്ള സ്നേഹം കൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ സ്ഥലം, ഇത് എത്രമാത്രം വർണ്ണിച്ചാലും പറഞ്ഞാലും മതിയാവുകയില്ല. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, ആ മാളിക മുറിയിലേക്ക് കയറിപ്പോകുന്ന സ്റ്റേഴ്സിനൊക്കെ ഹാൻഡ് റെയിൽസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും അന്ന് ഉണ്ടായിരുന്നത് അതുപോലെ സൂക്ഷിക്കുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. ഈശോ ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് പെസഹ ഭക്ഷിക്കുകയും വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്ത ഈ സ്ഥലത്ത്, ഈ പരമപരിശുദ്ധമായ സ്ഥലത്ത് സമർപ്പിക്കുവാൻ അനുഗ്രഹം ലഭിച്ചത് ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹമായി കാണുന്നു.